ഈശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്, നിനക്ക് സമ്പന്നനാകണോ ദരിദ്രനാകണോ? രണ്ടിനും സാധ്യതയുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾക്കും കർത്താവിൻ്റെ വചനം നൽകുന്ന ഒരു 4 മാർഗങ്ങൾ, അത് നമ്മൾ അല്ലെങ്കിൽ 4 കാരണങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു ചെറുപ്പക്കാരൻ തമാശയായിട്ട് പറഞ്ഞതായിരിക്കാം. ഞാൻ പറഞ്ഞൊരു കാര്യം, അച്ഛാ 10 കാശുണ്ടാക്കാൻ വല്ല വഴിയുണ്ടോ? 10 കാശുണ്ടാക്കാൻ അതെന്നാ? പണമില്ലാതെ ഒരു കാര്യം നടക്കുകയല്ലെന്നേ. അപ്പോൾ അതുകൊണ്ട് 10 കാശുണ്ടാക്കണം, അതിന് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. അതുകൊണ്ടാണ് നമ്മൾ ഏതാനും വചനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് സമ്പന്നരാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആകാൻ പറ്റും. അതിനുള്ള വഴികൾ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മളെ ദരിദ്രരാക്കുന്ന ചില കാരണങ്ങൾ അതും വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് വചനദൂത്. ഒരു 4 വചനങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഏറ്റെടുക്കാം. ഒന്ന്, നിയമാവർത്തനം 30:15. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇതാ നിന്റെ മുമ്പിൽ ജീവനും മരണവും വെച്ചിട്ടുണ്ട്, രക്ഷയും ശിക്ഷയും വെച്ചിട്ടുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, രണ്ടിനും മാർഗമുണ്ട് നമ്മുടെ മുമ്പിൽ, ദരിദ്രരാകാനും സമ്പന്നരാകാനും. ഇനി അതിന് സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നവര് അതിനുള്ള വഴി തിരഞ്ഞെടുക്കണം. ദരിദ്രരാകാതിരിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ദാരിദ്ര്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം. അങ്ങനെയുള്ളവർക്ക് അവിടെ എത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ വചനം പ്രഭാഷകൻ 15:15. അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ പറ്റും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, മനസ്സ് വെച്ചാൽ നിനക്ക് സമ്പന്നനാകാൻ പറ്റും, നീ സൂക്ഷിച്ചാൽ ദരിദ്രനാകാതിരിക്കാൻ പറ്റും. അതിനുള്ള മാർഗങ്ങളുണ്ടെന്ന് അതാണ് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമോ വേണ്ടയോ നിന്റെ തീരുമാനം. എന്ന് പറഞ്ഞ പോലെ, ദരിദ്രനാകണോ സമ്പന്നനാണോ നിന്റെ തീരുമാനം. അതിനുള്ള മാർഗം സ്വീകരിക്കാൻ നീ തയ്യാറാകുമ്പോൾ അത് സാധ്യമാകും. മൂന്നാമത്തെ വചനമാണ് പ്രഭാഷകൻ 11:21. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദരിദ്രനെ സമ്പന്നനാക്കാൻ ദൈവത്തിന് എത്ര സമയം വേണം? അതിനൊരു വർഷമൊന്നും എടുക്കണമെന്നില്ല, ഒരു മാസം പോയിട്ട്, ഒരാഴ്ച പോയിട്ട്, ഒരു ദിവസം പോലും വേണമെന്നില്ല. ദരിദ്രനെ സമ്പന്നനാക്കാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. നമുക്കറിയാലോ, വേണമെങ്കിൽ ഒരു ലോട്ടറി അടിച്ചപ്പോൾ ദരിദ്രൻ സമ്പന്നനായി മാറി. എന്നാ സമയമെടുത്തു? ഒരു ട്രാൻസാക്ഷൻ നടന്നപ്പോൾ ലക്ഷങ്ങളും കോടികളും കൈവന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദരിദ്രനെ സമ്പന്നനാക്കാൻ ദൈവത്തിന് ഒരു നിമിഷം മതി എന്ന് വചനം പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടതില്ല. നാലാമത്തെ വചനം തോബിത്തിന്റെ പുസ്തകം 4:21. തോബിത്ത് തോബിയാസിന് കൊടുക്കുന്ന ഒരു ഉപദേശം നമുക്ക് കാണാൻ പറ്റും. അവര് കൊടിയ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടു. നല്ല മനുഷ്യരായിരുന്നു, നന്മ ചെയ്തു, സമ്പത്ത് പങ്കുവെച്ചു, ഭക്ഷണം പങ്കുവെച്ചു, അങ്ങനെയുള്ള മനോഭാവം അവർക്കുണ്ടായിരുന്നു. ഇനി അവര് കുടുംബാംഗങ്ങളെല്ലാം ഒരു മനസ്സോടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പ്രാർത്ഥനയും അതുപോലെ തന്നെ ഉപവാസവും ദാനധർമ്മവും ഒക്കെ ഉണ്ടായിരുന്നവരാ. പക്ഷെ അവര് കൊടിയ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടു. ആ സമയത്ത് അപ്പൻ മകനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഇത് മാതാപിതാക്കൾക്ക് മക്കളെ പറഞ്ഞൊന്ന് പഠിപ്പിക്കാൻ പറ്റിയെങ്കിൽ മാതാപിതാക്കൾ പഠിച്ചാലേ മക്കളെ പഠിപ്പിക്കാൻ പറ്റും. തോബിത്ത് 4-ാം അധ്യായം 21-ാമത്തെ വചനം, മകനെ നാം ദരിദ്രരായതിൽ ആദി വേണ്ട. മാതാപിതാക്കളുടെ ആദി ആ ടെൻഷൻ കണ്ടിട്ടായിരിക്കാം മക്കൾക്കുള്ള ടെൻഷൻ കയറുക. ഇവിടെ അപ്പം പറഞ്ഞു കൊടുക്കുകയാണ്, ആദി വേണ്ട. ഇന്ന് നമ്മൾ കൊടിയ ദാരിദ്ര്യത്തിലാണ്, പക്ഷേ ആദി വേണ്ട, നമുക്ക് സമ്പത്ത് കൈവരും. ചെയ്യേണ്ടതായ ഒരു 3 കാര്യങ്ങൾ അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ദൈവത്തോടുള്ള ഭക്തി, അതിൽ തുടരുക, ദൈവഭക്തി ഉപേക്ഷിക്കരുത്. രണ്ടാമത്തെ കാര്യം, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ കൂടുതൽ പാപത്തിലേക്ക് വീഴാനുള്ള സാധ്യതകൾ ഉണ്ടാകാം, സൂക്ഷിക്കണമെന്ന്. പാപത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. മൂന്നാമത്തെ കാര്യം, ദൈവത്തിന് പ്രീതികരമായവ ചെയ്യുക. ദൈവത്തിന് പ്രീതികരമായവ അല്പം ഉള്ളെങ്കിലും അതിൽ നിന്നൊരല്പം പങ്കുവയ്ക്കുന്ന മനോഭാവം ഉണ്ടെങ്കിൽ അത് ദൈവത്തിന് പ്രീതികരമാണ്. ഇനി ഈ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സമ്പത്ത് കൈവരും, അളവറ്റ സമ്പത്ത്. അതാണ് അപ്പൻ മകനെ പറഞ്ഞു പഠിപ്പിച്ച ഒരു കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, മനുഷ്യരെ ദരിദ്രരാക്കുന്ന ഒരു 4 കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നമുക്ക് കണ്ടെത്താം. ഒന്നാമത്തെ കാര്യമാണ് മദ്യപാനം. പ്രഭാഷകൻ 19:1 അവിടെ പറഞ്ഞിട്ടുണ്ട്, മദ്യപൻ ഒരിക്കലും അഭിവൃദ്ധിപ്പെടത്തില്ല. സുഭാഷിതങ്ങൾ 23:21 എടുത്താൽ, മദ്യപൻ അവൻ്റെ മക്കള് അവരൊക്കെ കീറത്തുണി ഉടുത്ത് നടക്കുന്നത് കാണേണ്ടി വരും. അതുകൊണ്ട് മദ്യപാനം നമ്മെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും. രണ്ടാമത്തേതാണ് പിശുക്ക്. പ്രഭാഷകൻ 14:3 മുതൽ വായിക്കുമ്പോൾ, ലുപ്തൻ സമ്പത്ത് അർഹിക്കുന്നവനല്ല, അവൻ്റെ സമ്പത്ത് മറ്റാരുടെയെങ്കിലും കയ്യിൽ ചെന്ന് പെടും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 28:22 കൂടി എടുത്താൽ, ലുപ്തനെ ദാരിദ്ര്യം പിടികൂടും, കാരണം അവൻ സമ്പത്തിന്റെ പിന്നാലെ പരക്കം പായുന്നു. ഈ ലുപ്ത കാണിക്കുന്നത് ഇതിനാ, സമ്പത്ത് സ്വരുക്കൂട്ടാൻ വേണ്ടിയാണ്. അതിൻ്റെ പിന്നാലെ പരക്കം പായുന്നു, അതുകൊണ്ട് അവൻ ദരിദ്രനായി മാറും എന്നുള്ളത് വചനം ഓർമ്മിപ്പിക്കുക. മൂന്നാമത്തെ കാര്യമാണ് അനുകമ്പയില്ലായ്മ. സുഭാഷിതങ്ങൾ 28:27 വായിച്ചാൽ,
ദരിദ്രരുടെ നേരെ കണ്ണടയ്ക്കുന്നവന് ശാപത്തിൻ്റെ മേൽ ശാപം. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാലാമത്തെ കാര്യം സുഖലോലുപത. സുഖലോലുപത നമ്മെ ദരിദ്രരാക്കി മാറ്റും. സുഭാഷിതങ്ങൾ 21:17 സുഖലോലുപൻ ദരിദ്രനായി മാറും. സുഭാഷിതങ്ങൾ 24, 33, 34 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അല്പം കൂടി മയങ്ങാം, നമുക്ക് സുഖത്തിൽ മുഴുകിയിരിക്കാം. എന്തായിരിക്കും റിസൾട്ട്? ദാരിദ്ര്യം നിന്നെ പിടികൂടും. അതാണ് ഈ വചനഭാഗവും നമ്മെ ഓർമ്മിപ്പിക്കാൻ. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മെ സമ്പന്നരാക്കുന്ന 4 കാര്യങ്ങൾ. ദരിദ്രരാക്കുന്ന 4 കാര്യങ്ങൾ കണ്ടു. നീ സമ്പന്നരാക്കുന്ന 4 കാര്യങ്ങൾ. ഒന്ന്, കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുന്നത്. നിയമാവർത്തനം 4:40, നിയമാവർത്തനം 28:13, അതുപോലെ യേശയ്യ 58-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനം. ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കാൻ സാധിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമായി നമ്മുടെ മേലും വരും തലമുറയുടെ മേലും ഒഴുകി വരും. രണ്ടാമത്തെ കാര്യമാണ് ഉദാരത കാട്ടിയാൽ ഏറെ സമ്പത്തുണ്ടാവും. സുഭാഷിതങ്ങൾ 11:24-25 ഒരാൾ ഉദാരമായി കൊടുക്കുന്നു, അവൻ്റെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു. മൂന്നാമത്തെ കാര്യമാണ് ദശാംശം കൊടുക്കുന്നത് വലിയ സമ്പത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തും. പ്രഭാഷകൻ 35, 10 മുതൽ വായിച്ചാൽ മതി. ആദ്യ ഫലം കൊടുക്കുന്നത്, ദശാംശം കൊടുക്കുന്നത് അതുമൂലം 7 ഇരട്ടി നമ്മളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മലാക്കി 3:10 നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുക, ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ലൂക്ക 6:38 മുതൽ വായിക്കുമ്പോൾ കൊടുക്കുക, അമർത്തിക്കുലുക്കി നിങ്ങളുടെ കയ്യിലേക്ക് ദൈവം ഇട്ടുതരും എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അവസാനത്തേതാണ് ആത്മീയ സമ്പത്ത്. നമുക്ക് ആത്മീയ സമ്പത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മത്തായി 5:3 വായിച്ചാൽ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ ആത്മീയ സമ്പത്തുള്ളവർ. അതെങ്ങനെയുണ്ടാവും? പ്രാർത്ഥന, ഉപവാസം, അതുപോലെ തന്നെ ദാനധർമ്മം. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ വലിയ ആത്മീയ സമ്പത്ത് നമുക്ക് കൈവരും. യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ സമ്പന്നരായി ജീവിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.